ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ ചിക്കൻ കറി ആയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ കൂട്ട് ചേർത്തിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. അതിലേക്ക് ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 3 വലിയ ഉള്ളിയും തക്കാളി, ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി. അപ്പോൾ നമ്മൾ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ചൂടായി ഇതിലോട്ട് ഒരു സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഏകദേശം ഒരു ഗോൾഡൻ കളറാകുന്നത് വരേക്കും വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പെരിഞ്ജീരകം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എല്ലാ മസാലകളും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഏകദേശം ഈ ചിക്കനിലോട്ട് ഇത് മസാലകളൊക്കെ പിടിക്കുന്നത് വരേക്കും നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മളെ തേങ്ങാപ്പാലാണ് കേട്ടോ. അതൊരു കപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് അങ്ങനെ ലൂസൊന്നുമല്ല, എങ്കിലും കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. പിന്നെ ഇതിലോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്താണ്. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ ഗരം മസാല ഒരു പിഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതിലോട്ട് ഇനി കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.